എല്ലാവരെയും എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വെബിനാറിലേക്ക് തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഈ വെബിനാറിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വളരെ കറന്റ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. GCC കൺട്രീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. ഏത് മേഖലയിൽ? ഫാർമസിസ്റ്റ് മേഖലയിലേക്കുള്ള GCCയുടെ റിക്രൂട്ട്മെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ പ്രധാനമായിട്ടും വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഇറ്റ്. ഇതിന്റെ ഒരു ഇൻഡെക്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഇന്നത്തെ വെബിനാറിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്പർ 1, GCC കൺട്രീസ് എന്നാൽ എന്താണ്? അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. നമ്പർ 2, എക്സാം അതോറിറ്റീസ്. ആരൊക്കെയാണ് എക്സാം അതോറിറ്റീസ്? ആരൊക്കെയാണ് ഇത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന? ആരൊക്കെയാണ്? ഏജൻസീസ്. ദെൻ ഡെലിവറിംഗ് പ്ലാറ്റ്ഫോംസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അഗൈൻ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഏജൻസി ഏതാണ്? ദെൻ എലിജിബിലിറ്റി. നമ്പർ 4 എന്ന് പറയുന്നത് എലിജിബിലിറ്റി. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക, തുടങ്ങിയവയാണ് നമ്മൾ ചർച്ച ചെയ്യുക. അടുത്തതായിട്ട് എക്സാം പാറ്റേൺ. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് മീൻ വൈൽ എക്സാമിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ദെൻ എഡ്യൂസിന്റെ സ്റ്റഡി പ്ലാൻ. എങ്ങനെയാണ് നമ്മൾ GCC കൺട്രീസിലേക്ക് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ കോഴ്സ് എഡ്യൂസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുക, ആ എഡ്യൂസ് അക്കാഡമി എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്, ഓക്കെ അല്ലെ? എന്തൊക്കെ രീതിയിലുള്ള സിലബസ് ആണ്, എന്തൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഫൈനലി FAQ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങളായിട്ടും ഉത്തരങ്ങളായിട്ടും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? സോ ഇൻഡെക്സ്, ഇന്നത്തെ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഇറ്റ്. അപ്പൊ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ദ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്നാണ് GCCയുടെ ഫുൾ ഫോം. ഒരിക്കൽ കൂടി, ദ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ. ഓക്കെ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ കൺട്രീസ്, GCC കൺട്രീസ്. 6 രാഷ്ട്രങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GCC കൺട്രീസ് എന്ന് വിളിക്കുന്നത്. എത്ര രാഷ്ട്രങ്ങളെയാ? 6 രാഷ്ട്രങ്ങളെയാണ് GCC കൺട്രീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഏതൊക്കെയാണ്? യെസ്, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഒരിക്കൽ കൂടി, ബഹ്റൈൻ, അതുപോലെ തന്നെ കുവൈറ്റ്, അതുപോലെ തന്നെ ഒമാൻ, നെക്സ്റ്റ് ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. വളരെ പ്രധാനമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാൽ 7 എമിറേറ്റുകൾ ചേരുന്നതാണ്. നമ്മളിപ്പോ ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് പോലെ 7 എമിറേറ്റ്സ് ആണ് എന്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ളത്. അതുകൊണ്ടാണ് പേര്. 7 എമിറേറ്റുകൾ ചേർന്നു യുണൈറ്റ് ചെയ്തുണ്ടായത് കൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ക്ലിയർ? സോ അത് ഏതൊക്കെയാണ്? ആ 7 എമിറേറ്റുകൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ ആൻഡ് ഫുജൈറ. അങ്ങനെ 7 എമിറേറ്റ്സ് ആണ് എവിടെയുള്ളത്? UAE-യിലുള്ളത്. അവരുടെ ക്യാപിറ്റൽ അബുദാബിയാണ്. ക്യാപിറ്റൽ ഏതാ? അബുദാബി. അപ്പൊ UAE-യുടെ ക്യാപിറ്റൽ അബുദാബിയാണ്. UAE-ക്ക് എത്ര എമിറേറ്റ്സ് ഉണ്ട്? 7 എമിറേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? യെസ്, അബുദാബി, ദുബായ്, അതുപോലെ തന്നെ ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ ആൻഡ് ഫുജൈറ. ക്ലിയർ? യെസ്. ഇനി UAE-യിലേക്ക് വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. UAE-യിൽ നമ്മൾ പ്രധാനമായിട്ടും 3 അതോറിറ്റികളുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. UAE-യിൽ 3 അതോറിറ്റികളാണ് എന്തിനു വേണ്ടിയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് 3 അതോറിറ്റികളാണ്. ഒന്ന് DHA, ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നാണ് DHAയുടെ ഫുൾ ഫോം. എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ദുബായ്. അപ്പോൾ ദുബായിലേക്കാണ് നിങ്ങൾ ഫാർമസിസ്റ്റ് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് അതോറിറ്റിക്ക് കീഴിൽ അപേക്ഷിക്കുന്നത്? ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്നത് DHAക്ക് കീഴിലായിരിക്കും. ദുബായ് ഹെൽത്ത് അതോറിറ്റി, അവരായിരിക്കും നിങ്ങൾക്ക് നിയമനം നൽകുന്നത്. പക്ഷെ പരീക്ഷ നടത്തുന്ന ടെസ്റ്റിംഗ് ഏജൻസി വേറെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ അറിയുക, നിങ്ങൾക്ക് ദുബായിലാണ് ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത് ആരായിരിക്കും? DHA ആയിരിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അബുദാബിയിലേക്ക് വരാണ്. അടുത്ത ഞാൻ നേരെ അബുദാബിയിലേക്ക് ജമ്പ് ചെയ്യാണ്. അബുദാബിയിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത് HAD ആണ്. ഓക്കെ അല്ലെ? ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന HAD ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. യെസ്, ഫാർമസിസ്റ്റിന് വേണ്ടി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. HAD കണ്ടക്ട് ചെയ്യുന്നത് അബുദാബി ആൻഡ് അലൈൻ എന്ന് പറയുന്ന റീജിയനുകളിലേക്കാണ് പ്രധാനമായിട്ടും HAD-ന്റെ ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുക. സോ നമ്മൾ 7 എമിറേറ്റുകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അബുദാബിയിൽ 7 എമിറേറ്റുകൾ, അതിൽ 2 എമിറേറ്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ വളരെ ഈസിയാണ്. ബാക്കി 5 എമിറേറ്റ്സിലേക്കും
അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. MOH അഥവാ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആയിരിക്കും ബാക്കി 5 എമിറേറ്റുകളിലേക്കും എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റിംഗ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണ്? യെസ്. അപ്പൊ അവയെ നമ്മൾ നോർത്തേൺ എമിറേറ്റ്സ് എന്ന് വിളിക്കും. ഏതൊക്കെയാ ഒരിക്കൽ കൂടി? ഷാർജ, അജ്മാൻ, ഉമ്മൽ ഖ്വൈൻ, ഫുജൈറ ആൻഡ് റാസ് അൽ ഖൈമ. ക്ലിയർ ആണ്? യെസ്. അടുത്തത് ഹെൽത്ത് കെയർ അതോറിറ്റീസ് അക്രോസ് ദ GCC. ബാക്കി രാഷ്ട്രങ്ങളിൽ ആരൊക്കെയാണ്? ഓക്കെ, നമ്മളിപ്പോ UAE കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് വരികയാണ്. ഇനി എത്ര രാഷ്ട്രങ്ങൾ കൂടിയുണ്ട്? 5 രാഷ്ട്രങ്ങൾ കൂടിയുണ്ട്. മൊത്തം 6 GCC കൺട്രീസ് ആണുള്ളത്. അതിൽ UAEയുടെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 5 രാഷ്ട്രങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാ? സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റിൻ ആൻഡ് കുവൈറ്റ്. ഒന്നുകൂടി, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റിൻ ആൻഡ് കുവൈറ്റ്. സൗദിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റി, അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സൗദി ഫാർമസിസ്റ്റ് ലൈസൻഷ്യർ എക്സാമിനേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. SPLE എന്നാണ്. ഇവർക്കാണ് അപ്പോയിന്റ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത്. ഇവരാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇനി ടെസ്റ്റിംഗ് ഏജൻസി ഞാൻ പറഞ്ഞല്ലോ വേറെയുണ്ട്. അടുത്തത് ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് എന്നറിയപ്പെടുന്ന QCHP ആയിരിക്കും ഖത്തറിൽ ഈ പറയുന്ന പോലെ തന്നെ ഫാർമസിസ്റ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ദെൻ OMSB, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ്. ഒന്നുകൂടി, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് അഥവാ OMSB ആയിരിക്കും ഒമാനിൽ ഈ പറയുന്ന ഫാർമസിസ്റ്റുകളുടെ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി NHRA അഥവാ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ആണ് ബഹ്റിനിൽ നിങ്ങളുടെ ഫാർമസിസ്റ്റുകളുടെ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഫൈനലി കുവൈറ്റിൽ അഗെയിൻ MOH അഥവാ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് തന്നെയാണ് നിങ്ങളുടെ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടേക്കാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ദുബായിൽ DHAയും അബുദാബിയിൽ HADും അതുപോലെ തന്നെ മറ്റ് 5 എമിറേറ്റുകളിലേക്ക് MOH നമ്മൾ പറഞ്ഞു. അവിടേക്കാണ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗദിയിൽ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് SPLEക്ക് കീഴിലും, ഖത്തറിലാണെങ്കിൽ QCHPക്ക് കീഴിലും, ഒമാനിലാണെങ്കിൽ OMSBക്ക് കീഴിലും, ബഹ്റിനിലാണെങ്കിൽ NHRAക്ക് കീഴിലും, കുവൈറ്റിലാണെങ്കിൽ MOHന് കീഴിലുമായിരിക്കും. അഗെയിൻ നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് ശേഷം നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി ഒക്കെ ഇവരായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസികളെ കുറിച്ച് പഠിക്കാനാണ്. ഡെലിവറി പ്ലാറ്റ്ഫോംസ് എന്ന് നമ്മൾ അവരെ വിളിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ നിയമിക്കുന്നത് സർക്കാരാണ്, കേരള സംസ്ഥാന സർക്കാരാണ് നമ്മൾ നിയമിക്കുന്നത് അല്ലെ? പക്ഷെ പരീക്ഷ നടത്തുന്ന ആരാ? കേരള PSC ആണ്. കണ്ടോ? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന DHA, HAD, MOH അതുപോലെ OMSB, SPLE ഒക്കെ സർക്കാരായിട്ട് പ്രവർത്തിക്കുകയാണ്. സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. PSCയുടെ സ്ഥാനത്താണ് ആരൊക്കെ നിൽക്കുന്നത്? പ്രോമെട്രിക്കും പിയേഴ്സൺ വ്യൂ. കിട്ടിയോ? പ്രോമെട്രിക്കും പിയേഴ്സൺ വ്യൂവും PSCയുടെ സ്ഥാനത്താണ്. ഇവരാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ഉദ്ദേശം എന്താണ്? ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക, ഈ പറയുന്ന പോലെ നിങ്ങളുടെ എക്സാം നടത്തുക, നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്ന അതോറിറ്റികൾ ആരെന്നാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് 2 ടെസ്റ്റിംഗ് ഏജൻസികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പ്രോമെട്രിക്, മറ്റൊന്ന് പിയേഴ്സൺ വ്യൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും അമേരിക്കൻ ബേസ്ഡ് കമ്പനീസ് തന്നെയാണ്. എങ്കിലും നിങ്ങൾ അറിയുക, 2 ടെസ്റ്റിംഗ് ഏജൻസികളാണ് പ്രധാനമായിട്ടും GCCകളിലേക്ക് ഫാർമസിസ്റ്റിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് പ്രോമെട്രിക്, മറ്റൊന്ന് പിയേഴ്സൺ വ്യൂ. പ്രോമെട്രിക്കിന് കീഴിൽ വരുന്നത് ഏതൊക്കെ എക്സാമുകളാണ്, ഏതൊക്കെ റീജിയന്റെ എക്സാമുകളാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ദുബായ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. DHA പ്രധാനമായിട്ടും പ്രോമെട്രിക് ആണ് DHAക്ക് വേണ്ടിയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ QCHP ഖത്തറിന് വേണ്ടിയിട്ടും ആര് തന്നെയാണ്? പ്രോമെട്രിക് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നോർത്തേൺ എമിറേറ്റ്സ്, നമ്മുടെ ദുബായ്, അബുദാബി, പിന്നെ ഒരു 5 എമിറേറ്റ്സ് പറഞ്ഞില്ലേ, അതിൽ ദുബായിക്ക് വേണ്ടിയിട്ടും മറ്റ് 5 എമിറേറ്റ്സിന് വേണ്ടിയിട്ടും ആര് തന്നെയാണ്? പ്രോമെട്രിക് തന്നെയാണ്. അതുപോലെ തന്നെ ബഹ്റിൻ, NHRA, ബഹ്റിന് വേണ്ടിയിട്ടും ആര് തന്നെയാണ്? പ്രോമെട്രിക് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. കുവൈറ്റിന് വേണ്ടിയിട്ടും ആര് തന്നെയാണ് ടെസ്റ്റിംഗ് ഏജൻസി? പ്രോമെട്രിക് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ പ്രോമെട്രിക് എന്ന ടെസ്റ്റിംഗ് ഏജൻസി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഏതൊക്കെ അതോറിറ്റികൾക്ക് വേണ്ടിയിട്ടാ? ദുബായിക്ക് വേണ്ടിയിട്ട്, ഖത്തർ, പിന്നെ ദുബായും അബുദാബിയും കൂടാതെ മറ്റ് 5 എമിറേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ദുബായിക്ക് വേണ്ടിയിട്ടും മറ്റ് 5 എമിറേറ്റ്സിന് വേണ്ടിയിട്ടും എക്സാം കണ്ടക്ട് ചെയ്യുന്ന പ്രോമെട്രിക് ആണ്. അബുദാബിക്ക് വേണ്ടിയിട്ട് പിയേഴ്സൺ വ്യൂ ആണ്. അബുദാബിക്ക് വേണ്ടിയിട്ട് ശരി. ഇനി ബഹ്റിനും കുവൈറ്റിനും ആര് തന്നെ? പ്രോമെട്രിക് തന്നെയാണ്. അപ്പൊ ബഹ്റിൻ, കുവൈറ്റ്, നോർത്തേൺ എമിറേറ്റ്സ് ആയിട്ടുള്ള 5 എമിറേറ്റ്സ്, ഖത്തർ, അതുപോലെ ദുബായ്, ഇവിടേക്കൊക്കെ പ്രോമെട്രിക് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ഏജൻസി. ഇനി പിയേഴ്സൺ വ്യൂ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ളത് എവിടേക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു HAD, അബുദാബിക്ക് വേണ്ടിയിട്ട് പിയേഴ്സൺ വ്യൂ ആണ്. അതുപോലെ തന്നെ ഒമാൻ,
OMSB എന്ന് പറയുന്ന അതോറിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒമാന് വേണ്ടിയിട്ട് ആര് തന്നെയാണ്? പിയേഴ്സൺ വ്യൂ ആണ് ടെസ്റ്റിംഗ് ഏജൻസി. അതുപോലെ തന്നെ സൗദി അറേബ്യക്ക് വേണ്ടിയിട്ടുള്ള സൗദി ഫാർമസിസ്റ്റ് ലൈസൻഷ്യർ എക്സാമിന് വേണ്ടിയിട്ടും ആര് തന്നെയാണ്? പിയേഴ്സൺ വ്യൂ തന്നെയാണ് ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ പ്രോമെട്രിക് ആൻഡ് പിയേഴ്സൺ വ്യൂ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ഏജൻസികളായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, റോൾ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് എലിജിബിലിറ്റി ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. റോൾ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് എലിജിബിലിറ്റി. അപ്പൊ നിങ്ങൾ അറിയുക എന്തൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളാണ് GCC കൺട്രീസിൽ ഫാർമസിസ്റ്റുകളെ കാത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 തരത്തിലുള്ള പോസ്റ്റുകളാണ്. ഈ 3ഉം എല്ലാ രാജ്യങ്ങളിലും അവൈലബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരാം. എങ്കിലും നിങ്ങൾ പ്രധാനമായിട്ടും അറിയുക GCC കൺട്രീസിൽ റോൾ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3ആണ്. ഒന്ന് ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റന്റ്. ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റന്റ്. അടുത്തത് ഫാർമസിസ്റ്റ് ആൻഡ് അടുത്തത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ഐ റിപ്പീറ്റ്, ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. നമുക്ക് ആദ്യം ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റന്റ് എന്ന് പറയുന്ന റോള് നമുക്ക് നോക്കാം. എന്തൊക്കെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ആണ് വേണ്ടത്? മിനിമൽ ക്വാളിഫിക്കേഷൻസ് DPharm ആണ്, ഡിപ്ലോമ ഇൻ ഫാർമസി. ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റന്റ് മിനിമൽ ക്വാളിഫിക്കേഷൻസ്. എന്തൊക്കെയാണ് റോൾ? സപ്പോർട്ട് ഹെൽത്ത് കെയർ ടീംസ്, ഡിസ്പെൻസിംഗ് സപ്പോർട്ട്, ഇൻവെന്ററി മാനേജ്മെന്റ്, പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ്. ഇത്രയുമാണ് ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റന്റ് ജോബ് എന്ന് പറയും, ജോബ് പ്രൊഫൈൽ എന്ന് പറയും. ഓക്കെ അല്ലെ? ദെൻ ഫാർമസിസ്റ്റ് ആണ് ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിനിമൽ ക്വാളിഫിക്കേഷൻ BPharm, അതിന് മേലേക്ക് MPharm ആൻഡ് PharmD, ഡോക്ടറേറ്റ് ഇൻ ഫാർമസി ഉള്ള ആൾക്കാർക്ക് പോലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ത് പോസ്റ്റാ? ഫാർമസിസ്റ്റ്. ഒരിക്കൽ കൂടി ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? BPharm, MPharm ആൻഡ് PharmD. ഓക്കെ, എന്തൊക്കെയായിരിക്കും റോളുകൾ? മെഡിക്കേഷൻ എക്സ്പെർട്ടൈസ്, എൻഷ്യൂർ സേഫ്റ്റി, പേഷ്യന്റ് കൗൺസിലിംഗ് ആൻഡ് തെറാപ്യൂട്ടിക് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഒരു ഫാർമസിസ്റ്റിന്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ദെൻ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിട്ട് പറയപ്പെടുന്നത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. MPharm വളരെ ഇമ്പോർട്ടന്റ് ആണ്. MPharm ആൻഡ് PharmD. MPharm ആൻഡ് PharmD എന്ന് പറയുമ്പോൾ അവിടെ എടുത്ത് എനിക്ക് പറയാനുള്ളത്, MPharm ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. MPharmൽ നിങ്ങൾ ഫാർമക്കോളജി സ്പെഷ്യലൈസ് ചെയ്യുകയോ ഫാർമസി പ്രാക്ടീസ് കണ്ടക്ട് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് അപേക്ഷിക്കാൻ കഴിയുക. അല്ലെന്നുണ്ടെങ്കിൽ PharmDക്കാർക്കായിരിക്കും കൂടുതൽ അവിടെ ചാൻസ് വരിക. ഓക്കെ അല്ലേ? സോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാ MPharmകാർക്കും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഫാർമക്കോളജി സ്പെഷ്യലൈസേഷനോ അല്ലെങ്കിൽ ഫാർമസി പ്രാക്ടീസോ അവകാശപ്പെടാനുള്ളവർക്ക് മാത്രമേ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ. അവരുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് ഉണ്ടാവും, മെഡിക്കേഷൻ തെറാപ്പി മാനേജ്മെന്റ് ചെയ്യേണ്ടി വരും, കൊളാബറേറ്റ് വിത്ത് ഹെൽത്ത് കെയർ ടീം എപ്പോഴും ഇൻ ടച്ചിൽ വേണ്ടി വരും, അതുപോലെ തന്നെ ഇംപ്രൂവ് പേഷ്യന്റ് ഔട്ട്കംസ്. ക്ലിയർ? സോ ഇതൊക്കെയാണ് റോൾ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ GCC കൺട്രീസിലേക്ക് ഫാർമസിസ്റ്റുകളെ കാത്തിരിക്കുന്നത് 3 പോസ്റ്റുകൾ. ഒരിക്കൽ കൂടി, ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ക്ലിയർ? സോ UAE ഫാർമസിസ്റ്റ് ലൈസൻസിങ് എക്സാംസിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മൂവ് ചെയ്യാം. DHA, അതുപോലെ തന്നെ MOH, അതുപോലെ തന്നെ HAD. DHA, MOH ആൻഡ് HAD പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് കൂടി ഞാൻ ഇവിടെ എടുത്ത് പറയാൻ പോവാണ്. ഫസ്റ്റ് വൺ, DHA ആയിക്കോട്ടെ, MOH ആയിക്കോട്ടെ, HAD ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ക്ലാസിഫിക്കേഷനുള്ള പോസ്റ്റുകളും അവൈലബിൾ ആണ്. ഓക്കെ അല്ലെ? ഏതൊക്കെയാ? ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്. ഇതെല്ലാം എവിടെ അവൈലബിൾ ആണ്? ഈ പറയുന്ന UAE എമിറേറ്റ്സിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല. ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഇതെല്ലാം എവിടെ അവൈലബിൾ ആണ്? 3 എക്സാം അതോറിറ്റീസിന്റെ കീഴിലും UAEക്ക് അകത്തുള്ള 3 എക്സാം അതോറിറ്റീസും, ആകെ 7 എമിറേറ്റ്സ് ഉണ്ട്. അവിടേക്ക് പരീക്ഷ നടത്തുന്നത് 3 അതോറിറ്റീസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പറയുന്ന 7 എമിറേറ്റുകളിലും ഈ പറയുന്ന 3 പോസ്റ്റുകളും അവൈലബിൾ ആണ്. ക്ലിയർ ആണ്? ശരി, ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ ദുബായിലേക്കാണെങ്കിൽ ഈ 3 പോസ്റ്റിന്റെ പരീക്ഷയ്ക്കും 150 ക്വസ്റ്റ്യൻസ് ഈച്ച്, ഡ്യൂറേഷൻ 3 hours ആണ്. പ്രത്യേകം നിങ്ങൾ ഓർത്തിരുന്നോളാം. അതിൽ തന്നെ ഫാർമസിസ്റ്റ് ആൻഡ് ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റന്റിന് പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 60% മതി. പക്ഷെ ദുബായിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്
ഏറ്റവും ഉയർന്ന പോസ്റ്റിലെ അതിന് 70% ആണ് പാസ് പെർസെന്റേജ്. എത്ര പെർസെന്റേജാ? 70. ഓക്കെ അല്ലേ? കിട്ടിയോ? അപ്പോ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ, അതിന് 60% മതി. പക്ഷെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഹയർ പോസ്റ്റിലേക്ക് 70% വേണം. ഇനി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 years ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 years ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റിസൾട്ട് 5 വർഷത്തേക്ക് വാലിഡ് ആയിരിക്കും. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക് വാലിഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന് 1 വർഷത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ദുബായിലേക്ക് പോകേണ്ടി വരും, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ആവും. ഓക്കെ അല്ലേ? ഇനി ഡാറ്റ ഫ്ലോ എക്സാം എഴുതുന്നതിന് മുന്നേ വേണ്ട. ഡാറ്റ ഫ്ലോ എക്സാം എഴുതുന്നതിന് മുന്നേ വേണ്ട. ഡാറ്റ ഫ്ലോയെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എക്സാം എഴുതുന്നതിന് മുന്നേ ഡാറ്റ ഫ്ലോ വേണ്ട. എക്സാം കഴിഞ്ഞിട്ട് ഡാറ്റ ഫ്ലോ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി MOHലേക്ക് വരുമ്പോഴും സെയിം തന്നെ 3 പോസ്റ്റുകളിലേക്കും എന്ത് തന്നെ? യെസ്, 150 questions, 3 hours ഈച്ച് ആണ്. അവിടെ പക്ഷെ പാസ് പെർസെന്റേജ് 3നും എന്ത് തന്നെ? 60 തന്നെ. ഓക്കെ അല്ലേ? 3നും എന്ത് തന്നെയാണ്? 60% തന്നെയാണ് പാസ് പെർസെന്റേജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. 2 years മിനിമൽ എക്സ്പീരിയൻസ് വേണം. റിസൾട്ട് 5 years വാലിഡിറ്റി ഉണ്ടാവും റിസൾട്ടിന്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് MOH എന്ന് പറയുന്ന 5 എമിറേറ്റ്സിലേക്കുള്ള, അതായത് ദുബായ്, അബുദാബി ഒഴികെയുള്ള ബാക്കി 5 എമിറേറ്റ്സിലേക്ക് വേണ്ടിയിട്ടുള്ള MOHന് വേണ്ടിയിട്ട് ഡാറ്റ ഫ്ലോ നേരത്തെ വേണം. എക്സാമിന് മുന്നേ തന്നെ ഡാറ്റ ഫ്ലോ വേണം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഹാഡിനും എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ ഡാറ്റ ഫ്ലോ വേണം. ക്ലിയർ ആണ്? ഹാഡ് അബുദാബിയിലേക്ക് കേട്ടോ. അപ്പൊ ഫാർമസി 3 പോസ്റ്റുകൾ എവിടെയും അവൈലബിൾ ആണ്, ഹാഡിലും അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. അപ്പോൾ ഹാഡില് ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, എക്സാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, എക്സാമിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ആണ്. സോ അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ എത്ര അവേഴ്സേ ഉള്ളൂ? 2 hours ഉള്ളൂ. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 80%. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കൂട്ടത്തിൽ ഏറ്റവും ടഫ് എന്ന് പറയുന്നത് എപ്പോഴും ഹാഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു മാറ്റവും ഇല്ല. എഗെയിൻ എക്സ്പീരിയൻസ് മിനിമൽ 2 years, റിസൾട്ടിന്റെ വാലിഡിറ്റി 5 years ആണ്. എഗെയിൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, എക്സാം എഴുതുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം? ഡാറ്റ ഫ്ലോ വേണം. ക്ലിയർ അല്ലേ? യെസ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ UAE കാര്യങ്ങൾ നമ്മളെല്ലാം പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുണ്ട്. മറ്റ് ഗൾഫ് കൺട്രീസിലേക്ക് ഏതൊക്കെ പോസ്റ്റുകൾ അവൈലബിൾ ആണ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഖത്തറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരില്ല? യെസ്, ഫാർമസി അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ലേ, അതില്ല. ബാക്കി 2 അവൈലബിൾ ആണ്, ഫാർമസിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. നോക്കിയേ, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന 150 തന്നെ, ഡ്യൂറേഷൻ 2 hours ഉള്ളൂ. 150 ഡ്യൂറേഷൻ 2 hours ഉള്ളൂ. ആൻഡ് പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 60% ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 years ആണ്. വാലിഡിറ്റി 3 years ഉള്ളൂ. ഓക്കെ, നമ്മള് UAE നമ്മൾ പഠിച്ചു 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ട് റിസൾട്ട്സിന്. ഏതെടുത്താലും, ഏതാ DHA ആയിക്കോട്ടെ, ഹാഡ് ആയിക്കോട്ടെ, MOH ആയിക്കോട്ടെ, അതിനൊക്കെ എന്തുണ്ട്? 5 years വാലിഡിറ്റി ഉണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 3 years ഉള്ളൂ. മാത്രമല്ല ഡാറ്റ ഫ്ലോ വേണ്ട, നേരത്തെ വേണ്ട, എക്സാമിന് മുന്നേ ഡാറ്റ ഫ്ലോ വേണ്ട. എവിടുത്തെ കാര്യം നമ്മൾ ഈ പറയുന്ന ഖത്തറിൽ ഏത് പോസ്റ്റ് അവൈലബിൾ അല്ല? ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് അവൈലബിൾ അല്ല. ഇനി ഒമാനിലേക്ക് വരുമ്പോൾ എഗെയിൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഹയർ പോസ്റ്റ് ഇല്ലേ, അതില്ല. ഇവിടെ ഒമാനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല. ബാക്കി ഏതൊക്കെയുണ്ട്? ഫാർമസിസ്റ്റും ഉണ്ട്, ഫാർമസി അസിസ്റ്റന്റും ഉണ്ട്. അവിടെ രണ്ടിടത്തും 100 questions ഈച്ച്, 2 hours തന്നെ ഡ്യൂറേഷൻ. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിന് പാസ് പെർസെന്റേജ് 60%, ഫാർമസി അസിസ്റ്റന്റിന് 55% മതി. ഓക്കെ, ഫാർമസിസ്റ്റിന് 60%, ഫാർമസി അസിസ്റ്റന്റിന് 55%. എവിടുത്തെ കാര്യം നമ്മൾ ഈ പറയുന്ന ഒമാന്റെ കാര്യമാണ്. എഗെയിൻ എക്സ്പീരിയൻസ് പക്ഷെ 3 years ആണ് ഒമാൻ ചോദിക്കുന്നത്. ഓക്കെ, ഫാർമസിസ്റ്റ് ആയിട്ട് എത്ര? 3 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ആൻഡ് റിസൾട്ട് 1 year ഉള്ളൂ, വാലിഡിറ്റി 1 year ഉള്ളൂ. അപ്പൊ എവറി ഇയർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലെ? കയറി പോയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എക്സാമിന് മുന്നേ നമുക്ക് എന്ത് വേണ്ട? ഡാറ്റ ഫ്ലോ വേണ്ട. ഓക്കെ, ദെൻ NHR ബഹ്റിനിലേക്കാണെങ്കിൽ എഗെയിൻ നമ്മുടെ ആ 3 പോസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. 150 questions ഈച്ച് ആണ്. 3 hours ആണ് അവിടെ ഡ്യൂറേഷൻ. 3 എക്സാംസിന് 60% ഈച്ച് ആണ് പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഇവിടുത്തെ കാര്യം പറയുന്നത് ബഹ്റിനിലെ കാര്യമാണ് കേട്ടോ. 60% ആണ്. എഗെയിൻ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ 2 years ആണ്. എക്സാമിന്റെ വാലിഡിറ്റി, റിസൾട്ടിന്റെ വാലിഡിറ്റിയും 2 years ആണ്. എക്സാമിന് മുന്നേ എന്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും? ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എക്സാമിന് മുന്നേ. ക്ലിയർ? എവിടുത്തെ കാര്യമോ പറഞ്ഞ ബഹ്റിൻ. എഗെയിൻ കുവൈറ്റിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും എക്സാമിന് മുന്നേ നമ്മൾ ഡാറ്റ ഫ്ലോ ക്ലിയർ ചെയ്യേണ്ടി വരും കേട്ടോ. കുവൈറ്റിലായിക്കോട്ടെ, സൗദി അറേബ്യയിലായിക്കോട്ടെ. ഇനി കുവൈറ്റിലേക്ക് വരുമ്പോൾ എഗെയിൻ പ്രത്യേകത, എന്ത് പോസ്റ്റ് ഇല്ല?
വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. കുവൈറ്റിലേക്ക് വരുമ്പോൾ ഫാർമസി ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല കേട്ടോ. എവിടുത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എവിടെ ഖത്തറിൽ കണ്ടതുപോലെ ഫാർമസി ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് എവിടെയില്ല, കുവൈറ്റിലുമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഗെയിൻ ഫാർമസിസ്റ്റും ക്ലിനിക്കൽ ഫാർമസിസ്റ്റും ഉണ്ട്. 150 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ്. 2.5 hours. ഓക്കെ, 2.5 hours. 2 hours and 30 minutes. 2 hours and 30 minutes മാത്രമേ ഉള്ളൂ അവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അഗെയിൻ രണ്ട് പോസ്റ്റുകൾക്കും ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ പാസ് പെർസെന്റേജ് 60% ആണ്. അഗെയിൻ എക്സ്പീരിയൻസ് 2 years വേണം. വാലിഡിറ്റി എക്സാമിന്റെ റിസൾട്ടിന്റെ വാലിഡിറ്റി 2 years ആണ്. ഓക്കെ അല്ലെ. ഡാറ്റ ഫ്ലോ എക്സാമിന് മുന്നേ വേണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അഗെയിൻ സൗദി അറേബ്യയിലും അങ്ങനെ തന്നെയാണ്. ഫാർമസിസ്റ്റ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഹയർ പോസ്റ്റ് ഇല്ല. അഗെയിൻ എവിടെ പറഞ്ഞതുപോലെ ഒമാനിൽ നമ്മൾ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് എവിടെയില്ല, സൗദി അറേബ്യയിലില്ല. ഫാർമസിസ്റ്റും അതുപോലെ തന്നെ ഫാർമസി ടെക്നീഷ്യനുമേ ഉള്ളൂ. ഫാർമസിസ്റ്റിന് 200 ക്വസ്റ്റ്യൻസ് ആണ് സൗദി അറേബ്യയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. പിയേഴ്സൺ വ്യൂ ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. സോ സൗദി അറേബ്യയിൽ പിയേഴ്സൺ വ്യൂ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിൽ ഫാർമസിസ്റ്റിന് 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്യൂറേഷൻ 4 hours ആണ്. അതിൽ 200 ക്വസ്റ്റ്യൻസിനെ 800 മാർക്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം എത്ര വാങ്ങണം? 536. ഓക്കെ അല്ലെ. 536 ഔട്ട് ഓഫ് 800 മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഏത് എക്സാം? ഫാർമസിസ്റ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ. എവിടെ? സൗദിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആരാ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. പിയേഴ്സൺ വ്യൂ ആണ്. ഇനി ഫാർമസി ടെക്നീഷ്യൻ പോസ്റ്റിൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. 3 hours ആണ് അവിടെ ഡ്യൂറേഷൻ. സൗദിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാർമസി ടെക്നീഷ്യൻ 150 ക്വസ്റ്റ്യൻസ്, 3 hours ആണ് ഡ്യൂറേഷൻ. 55% ആണ് പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അഗൈൻ 2 years എന്നാണ് എന്താണ് മിനിമൽ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത്. ആൻഡ് വാലിഡിറ്റി ഓഫ് ദ എക്സാം റിസൾട്ട് ഇസ് 2 years. ക്ലിയർ? എക്സാമിന് മുന്നേ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഫാർമസി എക്സാം GCC കൺട്രീസിനെ കുറിച്ച് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. സോ എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് എഡ്യൂസിന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂസ് അക്കാഡമി എന്താണ്? എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഓൺലൈൻ കോച്ചിങ് ഫോർ നഴ്സസ്, ഫാർമസിസ്റ്റ് ആൻഡ് MLT പ്രൊഫഷണൽസ് ഡെലിവർ ചെയ്യുന്ന ഒരു അക്കാഡമിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. നഴ്സസിനും ഫാർമസിസ്റ്റിനും MLT പ്രൊഫഷണൽസിനും വേണ്ടി നിരന്തരമായിട്ട് മികച്ച റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മികച്ച കോച്ചിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം കോച്ചിങ് സെന്റർ ആയിട്ട് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ പ്രധാനമായിട്ടും കോച്ചിങ് നടക്കുന്നത്, നമ്മൾ കോച്ചിങ് അവൈലബിൾ ആക്കുന്നത് കേരള PSC എക്സാംസിന് വേണ്ടി, RRB റെയിൽവേ എക്സാംസിന് വേണ്ടി, എയിംസിന്റെ എക്സാംസിന് വേണ്ടി, GCC എക്സാംസിന് വേണ്ടി ആൻഡ് ഓൾസോ അതർ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി നിരന്തരമായി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു നഴ്സസ്, ഫാർമസിസ്റ്റ് ആൻഡ് MLT പ്രൊഫഷണൽസ്. ഓക്കെ അല്ലെ. സോ എന്തൊക്കെയായിരുന്നു ഈ എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേടിയെടുത്ത പ്രധാനപ്പെട്ട നേട്ടങ്ങൾ? ഒന്ന്, GCC ക്വാളിഫൈഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, വിവിധ തരത്തിലുള്ള GCC എക്സാംസ് ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 300+ ആണ്. 2025 മാത്രം 300+ സ്റ്റുഡൻസ് GCCയുടെ എക്സാംസ് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയെ റെപ്രസെന്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്തു. സോ അതുപോലെ തന്നെ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇൻക്ലൂഡിംഗ് നഴ്സസ്, ഫാർമസിസ്റ്റ് ആൻഡ് MLT 12 ഫസ്റ്റ് റാങ്ക്സ് നമുക്ക് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ എക്സാമിനേഷൻസിന് 2025 സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള എക്സാംസിൽ 1000+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ക്വാളിഫൈഡ് ആയത്. അതുപോലെ തന്നെ റേറ്റഡ് അമംഗ് ദ ബെസ്റ്റ് കോച്ചിങ് സെന്റേഴ്സ് ഇൻ കേരള. ഇതിന്റെയൊക്കെ പിന്നില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി. എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ മുഖമുദ്രയാണത്. എക്സ്പീരിയൻസ് ഫാക്കൽറ്റി, കോംപ്രിഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ്, ഓർഗനൈസ്ഡ് സ്റ്റഡി പ്ലാൻ ആൻഡ് ഓൾസോ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഇതൊന്നും നമ്മൾ വെറുതെ പറയുകയല്ല, പ്രവർത്തിച്ച് കാണിച്ചതിന് ശേഷം മാത്രം നമ്മളിത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും നേടിയിരിക്കുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോ ഫാർമസിസ്റ്റ് മേഖലയിലാണെങ്കിൽ നിങ്ങൾ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ആദ്യമേ തന്നെ നേടിയെടുത്ത ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. സോ
GCC കൺട്രീസിന്റെ 50 days സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്? ഇപ്പൊ ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 50 days സ്റ്റഡി പ്ലാൻ ആയിരിക്കും. അതിന് നമ്മൾ തിയറി ഹബ്, ബൂസ്റ്റർ ഹബ് ആൻഡ് പ്രാക്ടീസ് ഹബ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. വൺസ് അഗെയിൻ, തിയറി ഹബ്, ബൂസ്റ്റർ ഹബ് ആൻഡ് പ്രാക്ടീസ് ഹബ്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? സോ യു വിൽ ഗെറ്റ് an exclusive തിയറി ബേസ്ഡ് ക്ലാസ് ഫോർ 30 days. 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും 30 days. ആ 30 days തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെയിലി 1 hour തിയറി ക്ലാസ് ഉണ്ടാവും. ആ 30 daysലും ഡെയിലി 1 hour തിയറി ക്ലാസ് ഉണ്ടാവും. ഡെയിലി 1 hour ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും. എവറി ക്ലാസ്സസ് ഓക്കെ അല്ലേ? ഓരോ ക്ലാസ്സിന് ശേഷം 25 questions from the topic covered in the class uploaded on the same day. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓരോ ദിവസവും പഠിച്ച ആ ടോപ്പിക്കിൽ നിന്ന് 25 ചോദ്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഓരോ വീക്കെൻഡിലും അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നമ്മളിവിടെ ബ്ലൂ ഇങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അത് ഓരോ വീക്കെൻഡിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന എന്തായിരിക്കും? ക്ലാസ്സസ് ആയിരിക്കും, ലൈവ് സെഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ത് ബേസ്ഡ് ആയിട്ട്? തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. നിങ്ങൾ അതുവരെ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ വീക്കെൻഡിൽ ലൈവ് സെഷൻ 1 hour നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ വീക്കിലെ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ തിയറി ഹബ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബൂസ്റ്റർ ഹബ് എന്ന് പറയുന്ന അടുത്ത 15 days. സോ ഫസ്റ്റ് 30 daysൽ പ്യോർ തിയറി ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ബോത്ത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ രണ്ടും ഉണ്ടാവും കേട്ടോ. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് റെക്കോർഡ് ആയിട്ടും അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ ബൂസ്റ്റർ ഹബിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അടുത്ത 15 days, 30 daysൽ തിയറി ക്ലാസ് കഴിഞ്ഞ് അടുത്ത 15 daysൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. നിങ്ങൾ GCC കൺട്രീസിന് വേണ്ടിയിട്ടുള്ള എക്സാം നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ എക്സാം നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അതേ ചോദ്യങ്ങൾ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബൂസ്റ്റർ ഹബ് സെക്ഷനിൽ കിട്ടുക. ബൂസ്റ്റർ ഹബ് സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഡയറക്റ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പരിശീലിക്കാനായിട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഞങ്ങൾ 100% ഗ്യാരണ്ടി പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കും? ഈ എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിരിക്കും. സോ പ്രീവിയസ് 600 to 700 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആൻഡ് റാപ്പിഡ് റിവിഷൻ സെഷൻ ആയിട്ടായിരിക്കും ബൂസ്റ്റർ ഹബിൽ നടക്കുക. ഉറപ്പിച്ചോ, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന അതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ഞങ്ങൾ ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുക. ആൻഡ് അടുത്ത 5 ദിവസം, സോ 30 + 15 45 ആയി 50 days സ്റ്റഡി പ്ലാൻ ആണ്. ബാലൻസ് ഉള്ള 5 days പ്രാക്ടീസ് ഹബ്. എന്ത് മാത്രം? ഡെയിലി പ്രാക്ടീസ് എക്സാംസ് 1500 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു 5 ദിവസം കൊണ്ട് ഓരോ ദിവസവും 300 ചോദ്യങ്ങൾ വീതം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് 1500 പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളെ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ്, ആക്യുറസി ആൻഡ് എക്സാം കോൺഫിഡൻസ് ഏറ്റവും നന്നായിട്ട് ഒരു ഹൈപ്പർ ലെവലിലേക്ക് എത്തിച്ച് നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ആൻഡ് ഡേ 51 and 52 ഓക്കെ 51ാമത്തെ 52ാം ദിവസവും നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് ആ അതേ പാറ്റേണിലുള്ള 2 മോക്ക് ടെസ്റ്റുകൾ ഡേ 51ലും 52ലുമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. എന്തായാലും തിയറി ഹബ്, ബൂസ്റ്റർ ഹബ്, പ്രാക്ടീസ് ഹബ് എന്ന് പറയുന്ന നമ്മുടെ 50 days സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇന്ന് വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഓഫർ തരുകയാണ്. ഓക്കെ, എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി ഒരു സ്പെഷ്യൽ ഓഫർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. 10% ഓഫ് ഓൺ യുവർ GCC കോഴ്സ്. ഓക്കെ അല്ലേ? ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അതെങ്ങനെ അവൈലബിൾ ആക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമന്റ് സെക്ഷൻ കണ്ടോ നിങ്ങൾ? ആ കമന്റ് സെക്ഷനിലെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗൂഗിൾ ഫോം. ആ ഗൂഗിൾ ഫോമിൽ ഇന്ന് വെബിനാർ അറ്റൻഡ് ചെയ്ത സുഹൃത്തുക്കൾ ഈ പറയുന്ന ദിവസം തന്നെ, അതായത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അതിലൂടെ നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട്, ഇന്ന് വെബിനാർ കണ്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഓഫർ, ഒരു 10% ഡിസ്കൗണ്ട് GCC കോഴ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഫാർമസിസ്റ്റുകളായിട്ട് GCC കൺട്രീസിൽ ജോലി സ്വപ്നം കാണുന്ന സുഹൃത്തുക്കൾക്ക് ആദ്യമേ തന്നെ ഒരു കിടിലൻ ഓഫറാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. സോ 10% ഓഫ് ഓൺ GCC കോഴ്സ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഡ്യൂസ് അക്കാഡമിയിലെ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് അഷുറൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്? 100% ക്യാഷ് ബാക്ക് ഇഫ് യു ഫെയിൽ ദ എക്സാമിനേഷൻ. അത് ഞങ്ങളുടെ പ്രോമിസ് ആണ്. അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞങ്ങൾ ഇത് പറയുകയാണ്. ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുന്നു. ആ 50 days സ്റ്റഡി പ്ലാൻ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തു, എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു. എന്നിട്ടും നിങ്ങൾ എക്സാം ഫെയിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ 2 കൂട്ടർക്കും ബോധ്യപ്പെടുന്നു.
ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഫെയിൽ ആയെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ കോഴ്സ് ഫീ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. സോ ഇത് എഡ്യൂസ് അക്കാഡമിയുടെ പ്രോമിസ് ആണ്. സോ എഡ്യൂസ് അക്കാഡമി കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രോമിസ് ആണ്. സോ GCCയുടെ ഈ ഫാർമസിസ്റ്റ് കോഴ്സിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ 10% ഓഫ് കൂടി ആ കോഴ്സിലേക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഞാൻ എന്താ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞ ഈ പ്രോമിസ് നിങ്ങൾ മറക്കരുത്. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് 100% ക്യാഷ് ബാക്ക് ഇഫ് യു ഫെയിൽ ദ എക്സാം. ഓക്കെ അല്ലേ? ശരി. സോ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് FAQs ആണ്. സ്ഥിരമായിട്ട് ഈ GCCയുടെ ഫാർമസിസ്റ്റ് ലൈസൻസിങ് എക്സാമുമായി ബന്ധപ്പെട്ട് നിരന്തരം ആൾക്കാർക്ക് വരുന്ന ഡൗട്ടുകളാണ്. ഒന്ന്, ക്യാൻ ഐ ടേക്ക് GCC ഫാർമസിസ്റ്റ് എക്സാംസ് വിത്തൗട്ട് എക്സ്പീരിയൻസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂഷ്വലി നോ. എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരിക്കലും GCCയുടെ ഫാർമസിസ്റ്റ് എക്സാംസ് നമുക്ക് എഴുതാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഓക്കെ അല്ലേ? ഇസ് ഇന്റേൺഷിപ്പ് കൗണ്ടഡ് ആസ് എക്സ്പീരിയൻസ്? ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതും നോ എന്ന് തന്നെയാണ്. പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസസ് പ്രിഫേർഡ്. അതായത് നിങ്ങൾ ഒരു പക്ക ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ നേടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ വാലിഡ് ആയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി ഇസ് ഗൾഫ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി? ചിലർ ചോദിക്കാറുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണോ? അങ്ങനെ ഒന്നുമില്ല. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇസ് ആക്സെപ്റ്റഡ് ഇഫ് ജെനുവിൻ ആൻഡ് ഡാറ്റ ഫ്ലോ വെരിഫയബിൾ. നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് അത് തന്നെ ധാരാളം. ആ ഇന്ത്യൻ എക്സ്പീരിയൻസ് ജെനുവിൻ കൂടി ആണെങ്കിൽ മാത്രമായിരിക്കും അവരത് സ്വീകരിക്കുക. ക്ലിയർ അല്ലേ? ശരി. ഇനി ഇസ് ഡാറ്റ ഫ്ലോ മാൻഡേറ്ററി? ഡാറ്റ ഫ്ലോ മാൻഡേറ്ററി ആണോ? യെസ്. മെജോറിറ്റി GCC കൺട്രീസിലേക്ക് എന്താണ്? യെസ്. നിങ്ങൾ കണ്ടതാണ്, ഡാറ്റ ഫ്ലോ വേണം അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെജോറിറ്റി സ്ഥലങ്ങളിലേക്കും ഡാറ്റ ഫ്ലോ എക്സാമിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം അല്ലെ? യെസ്. ദെൻ ഈസ് ഡാറ്റ ഫ്ലോ റിക്വയർഡ് ബിഫോർ ദ എക്സാം? ഞാൻ പറഞ്ഞല്ലോ യൂഷ്വലി യെസ് ആണ്. എവിടേക്കാ? DHA, ഖത്തർ, ഒമാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്. വിത്തൗട്ട് പ്രയർ ഡാറ്റ ഫ്ലോ കംപ്ലീഷൻ. നിങ്ങൾ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് മുന്നേ തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ അവരെ അനുവദിക്കുന്നുണ്ട്. ആരൊക്കെയാ? DHA, ഖത്തർ ആൻഡ് ഒമാൻ. ബാക്കി എല്ലായിടത്തും എന്ത് വേണം? യെസ്. എക്സാമിന് മുന്നേ തന്നെ ഡാറ്റ ഫ്ലോ വേണം. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാലും ഡാറ്റ ഫ്ലോ തീർച്ചയായിട്ടും എല്ലായിടത്തും എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി വരും. ഓക്കെ അല്ലെ? സോ ഈ FAQസിലൂടെ തീർച്ചയായിട്ടും റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് വരാറുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ കാത്ത് ഒരു അടിപൊളി യെസ് ലൈസൻസിങ് കരിയർ. എന്ത് ലൈസൻസിങ് കരിയർ? ഫാർമസിസ്റ്റ് ലൈസൻസിങ് കരിയർ GCCയിൽ കാത്തിരിപ്പുണ്ട്. ഇനി മറ്റു ചില ഡൗട്ടുകളൂടി. ക്യാൻ ഡാറ്റ ഫ്ലോ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ GCC കൺട്രീസ്? സാധാരണ ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാമോ? ഒരു കൺട്രിക്ക് വേണ്ടി ചെയ്ത ഡാറ്റ ഫ്ലോ മറ്റൊരു രാജ്യത്തിന് ആപ്ലിക്കബിൾ ആക്കാമോ? യെസ് എന്ന് തന്നെയാണ് മറുപടി. ചിലപ്പോ അഡീഷണൽ ഫീ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ചോദിക്കുമായിരിക്കും. ദെൻ ഹൗ ലോങ് ഡസ് ഡാറ്റ ഫ്ലോ ടേക്ക്? സാധാരണത്തിൽ 3 മുതൽ 8 വീക്ക് വരെയാണ് ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ കേട്ടോ. ഇസ് ദർ നെഗറ്റീവ് മാർക്കിംഗ്? നിങ്ങൾ GCC കൺട്രീസിന് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റ് എക്സാം എഴുതുമ്പോൾ നെഗറ്റീവ് മാർക്സ് ഉണ്ടോ എന്നുള്ളതാണ്. യൂഷ്വലി നോ, നെഗറ്റീവ് മാർക്സ് ഇല്ല. വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതെല്ലാമാണ് ഫാർമസിയിൽ GCC ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഫാർമസി സബ്ജക്ട്സ്? ഫാർമക്കോളജി, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക്സ്, കാൽക്കുലേഷൻസ്, ആന്റിബയോട്ടിക്സ്, ഫാർമസി ലോ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി. ഒന്നുകൂടി, ഫാർമക്കോളജി, തെറാപ്യൂട്ടിക്സ്, കാൽക്കുലേഷൻസ്, ആന്റിബയോട്ടിക്സ്, ഫാർമസി ലോ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി. ഹൗ മെനി അറ്റംപ്റ്റ്സ് ആർ അലൗഡ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. എത്ര അറ്റംപ്റ്റ്സ് ഉണ്ട്? സാധാരണഗതിയിൽ 3 അറ്റംപ്റ്റ്സ് ആണ്. ഓക്കെ അല്ലേ? ഏതൊരു GCC കൺട്രീസിലേക്ക് 3 അറ്റംപ്റ്റ് ആണ്. പക്ഷെ ബഹ്റിനില് 4 അറ്റംപ്റ്റ് വരെ അലൗഡ് ആണ്. ഓക്കെ അല്ലേ? മെജോറിറ്റി GCC കൺട്രീസിലും നമ്മൾ ഈ ലൈസൻസിങ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് 3 തവണ നമുക്ക് ആ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ബഹ്റിനിൽ അത് 4 തവണയാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് അഗൈൻ റിസൾട്ട് വരാനുള്ള താമസം. റിസൾട്ട് എത്ര ദിവസം കൊണ്ടൊക്കെ വരാറുണ്ട്? DHA ദുബായിലാണെങ്കിൽ 24 hours കൊണ്ട് റിസൾട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഹാഡും നമ്മുടെ അബുദാബിയിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 1 to 2 days അല്ലെങ്കിൽ 3 days വരെ എടുക്കാറുണ്ട്. ഓക്കെ അല്ലെ? സൗദിയിലാണെങ്കിൽ 1 week വരെ എടുക്കാറുണ്ട്. മറ്റുള്ളവർക്കും ഏകദേശം 1 week വരെയൊക്കെ റിസൾട്ടിന് സമയം എടുക്കാറുണ്ട്. ദെൻ എലിജിബിലിറ്റി അഗൈൻ 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. എക്സാമിന്റെ എലിജിബിലിറ്റി അറിയാമല്ലോ നിങ്ങൾക്ക്. എക്സാം കഴിഞ്ഞ് എലിജിബിലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 1 yearനകത്ത് ആ രാജ്യത്തേക്ക് കയറി പോകേണ്ടി വരും. ഓക്കെ. ദെൻ ഇസ് പാസിംഗ് ദ എക്സാം ഈക്വൽ ടു ഗെറ്റിംഗ് എ ലൈസൻസ്? ഇല്ല. എക്സാം പാസ്സായാൽ അത് ലൈസൻസ് കിട്ടിയതിന് തുല്യമാണോ? അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. എലിജിബിലിറ്റി വേണം.
ഒന്ന് പാസ്സായി എലിജിബിലിറ്റി വേണം. 2 എംപ്ലോയർ ആക്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് ഫുൾ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അതെന്താവൂ ലൈസൻസ്ഡ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയൂ. ക്ലിയർ ആണ്. ദെൻ ക്യാൻ GCC ലൈസൻസ് ബി ട്രാൻസ്ഫേർഡ്? ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, GCCയിൽ നമ്മളിപ്പോ ഒരു അതോറിറ്റിക്ക് വേണ്ടി എടുത്ത ലൈസൻസ് മറ്റൊരിടത്തേക്ക് വാലിഡ് ആക്കാമോ? DHA MOH പരസ്പരം പറ്റാറുണ്ട്, DHA HAD പറ്റാറുണ്ട്. അതിന് ചില കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്, അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ചെയ്ത് സംസാരിക്കാം. ദെൻ ഇസ് എ ജോബ് ഓഫർ നീഡഡ് ബിഫോർ ദ എക്സാം? സാധാരണഗതിയിൽ വേണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം എഴുതാനായിട്ട് ജോബ് ഓഫർ വേണോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണഗതിയിൽ വേണ്ട. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബഹ്റൈനിലും കുവൈറ്റിലും എന്ത് വേണ്ടി വരും? നിങ്ങൾക്ക് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. GCC ഫാർമസിസ്റ്റുകളിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബഹ്റൈനിലും കുവൈറ്റിലും മാത്രം നിങ്ങൾക്ക് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ലൈസൻസ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ഇസ് ഓറൽ അസസ്മെന്റ് റിക്വയർഡ്? സംടൈംസ് റിക്വയർഡ് ഫോർ MOH HAD ആൻഡ് ഒമാൻ. അപ്പോൾ ഓറൽ അസസ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവും. അത് ഈ പറയുന്ന പോലെ തന്നെ MOH HAD-നും ഒമാനിലേക്കും എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ ഓറൽ അസസ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി വരാറ്? എന്തൊക്കെ ഡോക്യുമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസ്പോർട്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, GSC, CV ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഡോക്യുമെന്റ്സ് തന്നെ. ഇനി വാട്ട് ഇസ് ദ വാലിഡിറ്റി ഓഫ് GSC? ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി സാധാരണയിൽ 6 മാസമാണ് എപ്പോഴും നിലനിൽക്കാറ്. ഓക്കെ, GSCയുടെ വാലിഡിറ്റി 6 മാസം. ദെൻ കേരള എക്സാം സെന്റേഴ്സ്. ക്യാൻ ഐ റൈറ്റ് GCC എക്സാംസ് ഫ്രം കേരള? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാം. എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കൊച്ചി, മറ്റൊന്ന് തിരുവനന്തപുരമാണ്. ഓക്കെ അല്ലെ? പ്രോമെട്രിക്കിന്റെയും അതുപോലെ തന്നെ പിയേഴ്സൺ വ്യൂവിന്റെയും സ്ലോട്ട് അവൈലബിൾ ആകുന്ന അനുസരിച്ചായിരിക്കും അത് ഡീൽ ചെയ്യാൻ കഴിയുക. ക്ലിയർ അല്ലേ? യെസ്. സോ തീർച്ചയായിട്ടും GCC കൺട്രീസിലേക്ക് ഫാർമസിസ്റ്റ് പോസ്റ്റുകളിൽ വലിയൊരു ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളെ അവിടേക്ക് എത്തിക്കാനായിട്ട് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി തീർച്ചയായിട്ടും സന്നദ്ധമാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റീസും റെഡിയാണ്, ഞങ്ങളുടെ സിലബസ് ആൻഡ് എക്സാം പ്രിപ്പറേഷൻസും കംപ്ലീറ്റ്ലി റെഡിയാണ്. സോ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാം. എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.